Good morning, children. Welcome back to our science class. Today we are going to discuss about care of teeth. Care of teeth. All of you take your textbook page number 193. 193. Okay, in this page. Okay, children, are you ready? Care of teeth. Proper care of teeth is very important. If we do not take care of our teeth, they will decay and fall off. We can prevent tooth decay by following certain rules and habits. First one, brush your teeth twice daily, once in the morning and once before going to bed. Use up and down movements to brush. The next one, clean your tongue also. Next, rinse your mouth thoroughly. Rinse your mouth thoroughly after every meal. Next one, use dental floss to clean between the teeth. Next, eat food rich in calcium such as milk and milk products. Next one, eating hot foods, exercise the gums. Do not eat too much of sweets and chocolates. The last one, visit a dentist regularly for checkups. Okay, children, care of teeth. നമ്മുടെ teeth എങ്ങനെ കെയർ ചെയ്യാം, എങ്ങനെയെല്ലാം നമ്മുടെ ടീത്ത് കെയർ ചെയ്യാം, ശ്രദ്ധിക്കാം, കേടാവാതെ സൂക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം. ഓക്കെ, പ്രോപ്പർ കെയർ ഓഫ് ടീത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് വി ഡു നോട്ട് ടേക്ക് കെയർ ഓഫ് അവർ ടീത്ത് ദേ വിൽ ഡീകേ ആൻഡ് ഫാൾ ഓഫ്. നമ്മുടെ പല്ലുകൾ നമ്മുടെ പല്ലുകൾ വളരെ അധികം ശ്രദ്ധിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല്ല് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡീകേ ആവും, പല്ല് കേടായി പോവും, കൊഴിഞ്ഞു പോവും, പിന്നെ പല്ലുണ്ടാവില്ല. ഓക്കെ, പിന്നെ പല്ലില്ലാത്ത എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പ്രായമുള്ളവരൊക്കെ എന്താ പറയുക, തൊണ്ണന്മാരല്ലേ, പല്ലില്ലാത്ത ആളുകൾ, അങ്ങനെ നടക്കേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇനി താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലൊരിക്കലും കേടാവില്ല, നല്ല പല്ലായിരിക്കും. Okay, then we can prevent tooth decay by following certain rules and habits. Brush your teeth twice daily, once in the morning and once before going to bed. Use up and down movements to brush. Daily two times brush ചെയ്യണം പല്ല്. ഓക്കെ, ഫസ്റ്റ് വൺ ഇയർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, പല്ല് ക്ലീൻ ചെയ്യണം, ബ്രഷ് ചെയ്യണം. ദെൻ രണ്ടാമത് ചെയ്യേണ്ടത് ബിഫോർ ഗോയിങ് ടു ബെഡ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടും നമ്മുടെ പല്ലുകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങിക്കഴിയുമ്പോൾ കീടാണുക്കൾ ഇങ്ങനെ പല്ലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, പല്ല് പെട്ടെന്ന് കേടായി. യൂസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ടു ബ്രഷ്. ബ്രഷ് ചെയ്യുമ്പോൾ പേരിന് മാത്രം ബ്രഷ് ചെയ്താൽ പോരാ. ആരെങ്കിലും വീട്ടിലുള്ള ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ പല്ല് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷിങ്ങാണ് വേണ്ടത്. അപ്പോൾ ഈ പിക്ചറിൽ കണ്ടിട്ടില്ലേ, ലിസൺ ദിസ് പിക്ചർ, ഇതേ മൂവ്മെൻറ്റ്സിൽ വേണം ബ്രഷ് ചെയ്യാൻ.
പല്ലിൻ്റെ എല്ലാ സൈഡുകളിലും എല്ലാ കോർണറിലും ബ്രഷ് എത്തണം. അപ്പോൾ ഈ പിക്ചറിൽ പറഞ്ഞ് ഇതുപോലെ വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ക്ലീൻ യുവർ ടങ് ടു. പല്ല് മാത്രം ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്താൽ പോരാ, നമ്മുടെ നാവും ക്ലീൻ ചെയ്യണം. ഓക്കെ. ടങ് ക്ലീനറൊക്കെ മേടിച്ചിട്ട് നാവൊക്കെ ക്ലീൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ്, റിൻസ് യുവർ മൗത്ത് thoroughly ആഫ്റ്റർ എവ്രി മീൽ. അതുപോലെ എപ്പോഴും നമ്മൾ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വളരെ എന്താ പറയുക, തറോ ആയിട്ട് കേട്ടോ, അതായത് നന്നായിട്ട് തന്നെ നമ്മുടെ വായ് ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്യുക. എപ്പോഴും നമുക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ബ്രഷ് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പം ബ്രഷ് വേണ്ട, നന്നായിട്ട് വായിൽ വെള്ളം ഒഴിച്ച് എന്താ പറയുക, നമ്മൾ ഗാർഗിൾ ചെയ്യും, കുലുക്കുകയില്ലേ, അതുപോലെയൊക്കെ ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, യൂസ് ഡെന്റൽ ഫ്ലോസ് ടു ക്ലീൻ ബിറ്റ്വീൻ ദ ടീത്ത്. അതുപോലെ പല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല നല്ല ബ്രഷ് നോക്കിയിട്ട് വാങ്ങിക്കും കേട്ടോ. പലതരത്തിലുള്ള ബ്രഷുകൾ മേടിക്കാൻ കിട്ടും. അതിൽ ഏറ്റവും നല്ല ബ്രഷൊക്കെ മേടിച്ചിട്ട് വേണം നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈറ്റ് ഫുഡ്സ് റിച്ച് ഇൻ കാൽസ്യം സച്ച് ആസ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. കാൽസ്യം കൂടുതൽ അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ ഉറപ്പ് കിട്ടണമെങ്കിൽ കാൽസ്യം കൂടുതൽ അടങ്ങിയ ഫുഡ് കഴിക്കണം. അതിൽ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സൊക്കെ കാൽസ്യം ധാരാളം അടങ്ങിയവയാണ്. അത് കൂടുതലായിട്ട് കഴിക്കും. ദെൻ ഈറ്റിംഗ് ഹാർഡ് ഫുഡ് എക്സസൈസ് ദ ഗംസ് ടു നോട്ട് ഈറ്റ് ടു മച്ച് ഓഫ് സ്വീറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. അതുപോലെ ധാരാളം ചോക്ലേറ്റുകളോ മധുര പലഹാരങ്ങളോ മധുരമുള്ള മറ്റു വസ്തുക്കളോ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഓക്കെ. അതേസമയം നല്ല ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ചവച്ചരച്ച് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഗമ്മിന് മോണക്കൊക്കെ നല്ല എക്സസൈസും കിട്ടും. മധുരം കൂടുതൽ കഴിക്കാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, വിസിറ്റ് എ ഡെന്റിസ്റ്റ് റെഗുലർലി ഫോർ ചെക്കപ്പ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണാം. ഡെന്റിസ്റ്റ് ആരാ? പല്ല് ഡോക്ടർ അല്ലേ? പല്ല് ഡോക്ടറെ കൊണ്ട് കാണിക്കണം. നമ്മുടെ പല്ലിന് എന്തെങ്കിലും കേടുണ്ടോ, അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പല്ല് ഇളകി നിൽക്കുന്നുണ്ടെങ്കിൽ, പറിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെന്റിസ്റ്റിനെ കൊണ്ട് കാണിക്കണം. റെഗുലറായിട്ടുള്ള ചെക്കപ്പും ചെയ്യണം. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് വളരെ എന്താ പറയുക, സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിൽക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു discuss about microbes. Okay. Microbes are very small living things that cannot be seen through the naked eye. They can be seen through an instrument called the microscope. Microbes can be useful or harmful. Harmful microbes are called germs. Microbes are of 4 types. They are viruses, bacteria, fungi and protozoa. Given in the table on the next page are the 4 types of microbes and the diseases caused by them. Okay children, take your textbook page number 193. Do you see the heading microbes? Microbes are very small living things that cannot be seen through the naked eyes. Okay. മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, സൂക്ഷ്മമായിട്ടുള്ള ജീവാണു അല്ലേ,
സൂക്ഷ്മമായിട്ടുള്ള കുഞ്ഞ് അണുക്കൾ, ജീവനുള്ള ചെറിയ അണുക്കൾ, നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറു, നമുക്ക് നോക്കിയാൽ ഒരിക്കലും കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ജീവ അണുക്കളെയാണ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ക്യാൻ ബി സീൻ ത്രൂ ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് മൈക്രോസ്കോപ്പ്. നമുക്ക് മൈക്രോബ്സിനെ കാണാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് യെസ് മൈക്രോസ്കോപ്പ് അല്ലേ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോബ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. Microbes can be useful or harmful. Harmful microbes are called germs. Microbes എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. നമുക്ക് ഉപകാരമുള്ള മൈക്രോബ്സും ഉണ്ട്, നമുക്ക് ഉപദ്രവം ചെയ്യുന്ന മൈക്രോബ്സും ഉണ്ട്. അതിൽ ഹാംഫുൾ ആയിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന, നമുക്ക് ദോഷകരമായിട്ടുള്ള മൈക്രോബ്സിനെ പറയുന്ന പേരാണ് ജേംസ്, രോഗാണു അല്ലേ. ജേംസ് കേട്ടിട്ടില്ലേ, അണുക്കൾ, രോഗാണു. മൈക്രോബ്സ് ആർ ഓഫ് 4 types. മെയിൻ ആയിട്ട് മൈക്രോബ്സ് 4 types ആണ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് മൈക്രോബ്സ് വൈറസസ്, വൈറസ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ബാക്ടീരിയ. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് വൈറസ് ഫംഗി. ദെൻ ഫോർത്ത് ടൈപ്പ് ഓഫ് വൈറസ് പ്രോട്ടോസോവ. ഓക്കെ, 4 types ഓഫ് മൈക്രോബ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ virus, then second one bacteria, then third one fungi, and last one protozoa. Okay, give in the table on the next page are the 4 types of microbes and its the diseases caused them. Okay, all of you take your next page, page number 194. Do you see one table in this page? Okay, do you see this table? All of you look at the table. First microbe, virus. Virus. Listen here. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു വൈറസ് ഉണ്ട്, നമ്മളെല്ലാവരും ഭയപ്പെടുന്ന, നമ്മളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വർഷത്തോളം ആവാറായി അല്ലേ. മനുഷ്യർക്ക് പേടി സ്വപ്നമായിട്ടുള്ള ഒരു വൈറസ് ഉണ്ട്. ഏതാണത്? കൊറോണ വൈറസ് അല്ലേ. COVID-19 എന്ന് പറയുന്ന കൊറോണ വർഗത്തിൽപ്പെട്ട COVID-19 എന്ന പേരുള്ള വൈറസിനെയാണ് നമ്മൾ ഇപ്പോൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്, പുറത്തിറങ്ങാൻ പേടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഈ വൈറസുകൾ പലതരമുണ്ട്. അതിൽ നമുക്ക് ഉപദ്രവം, ഹാംഫുൾ ആയിട്ടുള്ള വൈറസസ്, നമുക്ക് രോഗം പരത്തുന്ന വൈറസസ് അല്ലേ. അതിന് മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ചെറിയ സൂക്ഷ്മാണുകൾ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല. അത്രയും ചെറിയ കുഞ്ഞ്, കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു സൂക്ഷ്മാണു ഈ ലോകം മുഴുവൻ ഇങ്ങനെ പേടി സ്വപ്നമായിരിക്കും അല്ലേ. എല്ലാവരും ആ ഒരു വൈറസിൻ്റെ മുന്നിൽ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഓരോ വൈറസിൻ്റെയും ശക്തി എന്താണെന്ന് മനസ്സിലായി? അതാണ് വൈറസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് വൈറസ് മൂലം വരുന്ന കുറച്ച് ഡിസീസസ്, അസുഖങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. മൈക്രോബ്സ് ആൻഡ് ഡിസീസസ്. ഫസ്റ്റ് മൈക്രോബ്സ്, വൈറസസ്. വൈറസ് മൂലം വരുന്ന ഒരു ഡിസീസാണ് കോമൺ കോൾഡ്, ജലദോഷം. ഓക്കെ, ദെൻ ഇൻഫ്ലുവൻസ, പകർച്ചപ്പനി, ആൻഡ് പോളിയോ എന്ന് പറയുന്ന രോഗവും വൈറസ് മൂലം ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കും വൈറസ് മൂലം ഉണ്ടാവുന്ന, യു റൈറ്റ് എനി 3 diseases caused by viruses. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ ആൻഡ് പോളിയോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഡിസീസസ്. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ടൈഫോയിഡ് ഉണ്ടാകുന്നത്
ബാക്ടീരിയ മൂലമാണ്. അതുപോലെ ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, ചുമ, നിൽക്കാത്ത ചുമ അല്ലേ, ക്ഷയം, ആ ക്ഷയരോഗം ആണ് ട്യൂബർകുലോസിസ്, TB എന്ന് പറയും. അത് ഉണ്ടാകുന്നതും ബാക്ടീരിയ മൂലമാണ്. അതുപോലെ കോളറ, കോളറ അതിസാരം, ഛർദി, വയറിളക്കം അല്ലേ, വളരെ അപകടം പിടിച്ചൊരു രോഗമാണ്. ഓക്കെ, അതും ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പം റൈറ്റ് എനി 3 diseases caused by bacteria. അപ്പം നിങ്ങൾ എന്ത് എഴുതും? ടൈഫോയിഡ്, ട്യൂബർകുലോസിസ് ആൻഡ് കോളറ. ഓക്കെ, നെക്സ്റ്റ് വൺ ഫംഗി. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിംഗ് വോംസ് ഇൻഫെക്ഷൻസ് ആൻഡ് അത്ലറ്റ്സ് ഫുഡ്. ചൊറികൾ ഉണ്ടാകുന്നു, വട്ടച്ചൊറി, അതാണ് റിംഗ് വോം ഇൻഫെക്ഷൻ. കാലിൻ്റെ അടിയിൽ പിന്നെ ഇങ്ങനെ തോലൊക്കെ പോയിട്ട് മുറിവായിരിക്കില്ലേ, അത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ, അതുപോലെ ചൊറിയൊക്കെ വരുന്നത് ഈ ഫംഗസ് മൂലമാണ്. ചൊറിച്ചിൽ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിച്ചിൽ വരുന്നതും കാലിൻ്റെ അടിയിൽ പിന്നെ എന്താ പറയുക അത് വരുന്നതൊക്കെ ഈ ഫംഗസ് മൂലമാണ്. ഇനി പ്രോട്ടോസോവ മൂലം വരുന്ന രോഗമാണ് മലേറിയ, പിന്നെ മലമ്പനി. ഈ മലമ്പനി അല്ലെങ്കിൽ മലേറിയ വരുന്നത് പ്രോട്ടോസോവ എന്ന് പറയുന്ന മൈക്രോബ്സിൻ്റെ ആക്രമണം മൂലമാണ്. അതുപോലെ ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വയറിളക്കം വരുന്നതും പ്രോട്ടോസോവ എന്ന് പറയുന്ന മൈക്രോബ്സിൻ്റെ ആക്രമണമുണ്ട്. ഓക്കെ, ഇത്രയും രോഗങ്ങളും അതിന് കാരണമാവുന്ന മൈക്രോബ്സും മനസ്സിലായല്ലോ അല്ലേ? വൺസ് അഗൈൻ ലിസൺ ഹിയർ. വൈറസ് മൂലമുണ്ടാകുന്നത് കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ ആൻഡ് പോളിയോ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, കോളറ. ഫംഗി മൂലമുണ്ടാകുന്നത് റിംഗ് വോംസ് ഇൻഫെക്ഷൻസ്, അത്ലറ്റ്സ് ഫുഡ്, പ്രോട്ടോസോവ, മലേറിയ ആൻഡ് ഡിസെൻട്രി. Then no more. Listen, no more. Do you see no more here? No more. Okay. All diseases are not caused by germs. There are certain diseases such as marasmus and kwashiorkor that are caused due to nutritional ഡെഫിഷ്യൻസി. എല്ലാ അസുഖങ്ങളും വരുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാ അസുഖങ്ങളും വരുന്നത് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സ് മൂലമല്ല, അണുക്കൾ മൂലമല്ല. പല അസുഖങ്ങളും ഇപ്പോൾ വരുന്നത് കുട്ടികൾക്കൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് മരാസ്മസ്. അത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്, അതായത് മെലിഞ്ഞ് ഒട്ടി എല്ലും തോലുമായിരിക്കുന്ന അവസ്ഥ, അതൊക്കെ വരുന്നത് എന്താണ്? പോഷകാഹാരക്കുറവ് മൂലമാണ് വരുന്നത്, അല്ലാതെ മൈക്രോബ്സിൻ്റെ ആക്രമണം മൂലം അല്ല. പോഷകാഹാരം ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിലും അസുഖങ്ങൾ വരും. ഓക്കെ, then listen all of you. Useful microbes. Next we are going to study about useful microbes. ഇപ്പം ലാസ്റ്റ് നമ്മൾ പഠിച്ചത് harmful microbesനെ കുറിച്ചിട്ടാണ്. There are 4 types of harmful microbes: virus, bacteria, fungi, protozoa. അല്ലേ? അതും അത് മൂലം വരുന്ന അസുഖങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഇനി പഠിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഫംഗിയൊക്കെ ഹാംഫുൾ മാത്രമല്ല, യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗിയിൽ പെടുന്ന ചില മൈക്രോബ്സൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സാണ്. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സം മൈക്രോബ്സ് ആർ യൂസ്ഡ് ടു അസ്. ഫസ്റ്റ് വൺ, ബാക്ടീരിയ ടേൺ മിൽക്ക് ഇൻടു കർഡ് ആൻഡ് ചീസ്. ബാക്ടീരിയ എന്താ പറയുക, മിൽക്ക് പുളിപ്പിച്ച് കേർഡ് തൈരാക്കി മാറ്റാനും ചീസ് ആക്കി മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ബാക്ടീരിയ ടേൺ മിൽക്ക് ഇൻടു കേർഡ് ആൻഡ് ചീസ്. പാലിനെ പുളിപ്പിച്ച് തൈരും ചീസും ഒക്കെ ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. ഇനി സം ബാക്ടീരിയ ലീവ് ഇൻ
our stomach and help in the digestion of food. ഇനി നമ്മുടെ സ്റ്റൊമക്കിലുള്ള കുറച്ച് ബാക്ടീരിയകൾ, ഒരു പ്രത്യേകതരം വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ നമ്മുടെ സ്റ്റൊമക്കിലുണ്ട്. ഈ സ്റ്റൊമക്കിലുള്ള ബാക്ടീരിയ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പെട്ടെന്ന് ഡൈജഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. The next one, yeast is a fungus which is used to make breads and cakes soft. ഈസ്റ്റ് കണ്ടില്ലേ, ഈസ്റ്റ് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴും അതുപോലെ അത് കേക്കുകൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവിലൊക്കെ ഇടുന്ന ഈസ്റ്റ് ഉണ്ട് അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും ഈസ്റ്റ്. ഈ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസാണ് കേട്ടോ. ഈസ്റ്റ് ഒരു ഫംഗസാണ്. ആ ഈസ്റ്റ് നമ്മൾ ഫുഡുകളിൽ ചേർക്കുന്നത് ബ്രെഡ് ഉണ്ടാക്കാനും അതുപോലെ കേക്കുകൾ ഉണ്ടാക്കാൻ, അപ്പം ചുടുമ്പോൾ ആ മാവ് പൊങ്ങി വരാനൊക്കെ നമ്മൾ ഈസ്റ്റാണ് ചേർക്കുന്നത്. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗസാണ്. ദെൻ വി ഈറ്റ് മഷ്റൂംസ് വിച്ച് ആർ എ ടൈപ്പ് ഓഫ് ഫംഗസ്. മഷ്റൂംസ്, കൂണ് കഴിച്ചിട്ടില്ലേ നിങ്ങൾ? ഈ കൂണ് എന്ന് പറയുന്നത് ഒരു തരം ഫംഗസാണ്, ഒരു ഫംഗിയാണ് കൂണ്. ആ കൂണ് കഴിക്കാൻ പറ്റുന്ന എന്താ പറയുക മഷ്റൂമുണ്ട്, കഴിക്കാൻ പറ്റാത്ത വിഷമുള്ള മഷ്റൂമുണ്ട്. അതിൽ കഴിക്കാൻ പറ്റുന്ന മഷ്റൂം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മറ്റേത് കഴിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ എന്തായിപ്പോവും, മരിച്ചു പോകും അല്ലേ? അപ്പം നമ്മൾ കഴിക്കുന്ന മഷ്റൂം എന്ന് പറയുന്നത് ഒരു ഫംഗിയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, മെനി മെഡിസിൻസ് ആർ മെയ്ഡ് ഫ്രം ഫംഗി. പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് എതിരെയുള്ള മെഡിസിൻസ് നിർമ്മിക്കാനും ഈ ഫംഗസിനെ യൂസ് ചെയ്യാം, ഫംഗിയെ യൂസ് ചെയ്യും. അപ്പം മൈക്രോബ്സ് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ഉപകാരങ്ങളുണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട് അല്ലേ? യൂസ്ഫുൾ മൈക്രോബ്സ് ഉണ്ട്, ഹാംഫുൾ മൈക്രോബ്സ് ഉണ്ട്. അതിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? All of you listen once again. Useful microbes. Some microbes are used to us. Bacteria turn milk into curd and cheese. Then some bacteria live in our stomach and help in the digestion of food. Yeast is a fungus which is used to make bread and cake soft. We eat mushrooms which are a type of fungus. Many medicines are made from fungi. Okay, do you understand? Then listen here, all of you look at the board. These words are your dictation words. Okay, dictation words. Microbes, viruses, bacteria, fungi, protozoa. Listen once again. Microbes, viruses, bacteria, fungi, protozoa. These words you write in your GS notebook. Okay, each words you write 5 times. Okay children, all of you understand this chapter? This chapter is over. Then next we are going to exercise. All of you take page number 159 in your textbook. Exercise A, fill in the blanks. All of you take your pencil also. All of you take your pencil. Okay children, are you ready? Do you take pencil? Okay, first we are right, fill in the blanks. Okay, all of you look at the board. First question, the fill in the blanks. There are dash incisors in each jaw. There are dash incisors in each jaw. How many? 2, 4 or 6 in each jaw? Yes, 4. 4. F-O-U. 4.
there are 4 incisors in each jaw. Okay. Then second one, below the enamel lies the yes, dentine. Dentine. Okay, all of you write dentine. D-E-N-T-I-N-E. Below the enamel lies the dentine. Okay. Then third one, harmful microbes are called. Harmful microbes ne nammal endha paraya? Germs. രോഗാണു. Harmful microbes are called germs. Okay. The next one, dash is a microbe used to make breads soft. Dash is a microbe used to make breads soft. Breadകൾ soft ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോബ് ഏതാ? Yes, yeast. Yeast is a microbe used to make breads soft. Okay. The last one, mushroom is a type of fungus. Mushroom is a type of fungus. F-U-N-G-U-S, fungus. Okay, all of you listen once again. Look at the board. There are 4 incisors in each jaw. Below the enamel lies the dentine. Harmful microbes are called germs. Yeast is a microbe used to make breads soft. The mushroom is a type of fungus. All of you understand? Okay, children. Next we are going to exercise B. Write T for the true statement and F for the false statement. True or false. Are you ready? Okay, take your pencil and follow. Look at the board. First question. Canines are broad and flat. Canines teeth broad and flat. No. Then you write false. Okay, this statement is false. The next one, the pulp of a tooth has blood vessels. The pulp of a tooth has blood vessels. Toothinte pulpinathaanu blood vessels root okke undu. That's correct? Yes. You write here true. T. Okay. Then third one, eating calcium rich food is good for our teeth. Calcium rich food കഴിക്കുന്നത് നമ്മുടെ teethന് നല്ലതാണ്. It's true. Okay. Next one, bacteria cause polio. Polio എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്. That's correct? No. Virus cause polio. That's correct. This is not correct. You write false. The last one, protozoa are microbes. Protozoa are microbes. That's true. Then you write true. Listen once again. Canines are broad and flat. False. The pulp of a tooth has blood vessels. True. Eating calcium rich food is good for our teeth. True. Bacteria cause polio.
false. Protozoa are microbes. That's true. Okay, children, our chapter is over. In this chapter, question and answers will send your WhatsApp groups. Okay, all of you read this chapter very well and study well. Okay, we will meet our next class. Bye.